ത്രിത്വം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ആദ്യം പറയുന്നത് പലപ്പോഴും അച്ഛന്മാർ മുതൽ പെട്ടെന്ന് പറയാനുള്ള മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്നാണ്. ചില ആൾക്കാരോട് ത്രിത്വത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ അപ്പം തന്നെ പറയും അതൊക്കെ ഒരു മിസ്റ്ററിയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. യഥാർത്ഥത്തിൽ ത്രിത്വം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സ്വാഭാവികമായും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ സ്വർഗത്തിൽ എത്തേണ്ടിയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ത്രിത്വം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ, അതായത് നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിന്, സഭാ ജീവിതത്തിന്, രക്ഷാകര ജീവിതത്തിന് ആവശ്യമാകുന്ന വിധത്തിൽ ഗ്രഹിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ത്രിത്വം മുഴുവൻ നമുക്ക് അങ്ങോട്ട് തലയിൽ സ്വീകരിക്കാൻ പറ്റുമെന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് യുക്തിസഹജമായി ഇതെന്താണ്, എന്തുകൊണ്ടാണ്, അതിന്റെ കാരണം എന്താണ്, അതെങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നാണ് അതിന്റെ പ്രത്യേകത. സംസാരിക്കാൻ കഴിയാത്ത ഒരു വിഷയമൊന്നുമല്ല ത്രിത്വം. ഓക്കെ, ഇനി നമുക്കൊരു ആദ്യത്തെ ചോദ്യം തൊട്ട് പോകാം. ആദ്യത്തെ ചോദ്യമാണ്, എങ്ങനെയാണ് ഈ പലതരം ആളുകളോട് ത്രിത്വത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസികളായ ആളുകൾ, നിരീശ്വരവാദികളായ ആളുകൾ, അതുപോലെ ഏകദൈവ വിശ്വാസം എന്ന് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ, ഇവരോടൊക്കെ എങ്ങനെയാണ് ത്രിത്വത്തെക്കുറിച്ച് പറയേണ്ടത്? ആ ചോദ്യത്തിനകത്ത് എല്ലാം ഉണ്ട്. ഇത് ഏത് തരത്തിലുള്ള ആളുകളോടും ത്രിത്വത്തെക്കുറിച്ച് പറയേണ്ടത് ഒരേ കാര്യമാണ്. അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, നമ്മളൊരു ക്ലാസ് കഴിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസോടും പോകത്തു. ആദ്യം പറയേണ്ട കാര്യം ഇത് 3 ദൈവങ്ങളല്ല എന്നാണ്. ആദ്യത്തെ കാര്യം 3 ദൈവങ്ങളല്ല, പകരം ഒരു ദൈവമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് മൂന്നിന്റെ പ്രത്യേകത എന്താണ് ഈ 3 എന്ന് പറഞ്ഞാൽ? അതിന്റെ ഉത്തരം 3 ദൈവിക വ്യക്തികൾ എന്നാണ്. 3 ദൈവിക വ്യക്തികൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദൈവം. 3 ദൈവിക വ്യക്തികളാണ്, പക്ഷേ ഒരു ദൈവമേ ഉള്ളൂ. അതെങ്ങനെ സംഭവിക്കും? 3 വ്യക്തികളാണ്, 3 ആയിരിക്കില്ലേ ഉറപ്പായിട്ടും. പിന്നെ എങ്ങനെയാണ് 3 വ്യക്തികൾക്ക് ഒരാളാകാൻ പറ്റുന്നത്? ഇതാണ് നമുക്കുണ്ടാകുന്ന പൊതുവിലുള്ള ചോദ്യം. ഇനി മോണോതെയിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് സ്വയം അവകാശപ്പെടുന്നവർ, ഇസ്ലാം പോലെയുള്ള ആളുകൾ വെറുതെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളുടെ ദൈവം ഏകദൈവമാണ്, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറയും. അങ്ങനെ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയാനായിട്ട് അവര് ഉപയോഗിക്കുന്ന കാരണം സഭയിലെ വിശ്വാസത്തിൽ 3 ദൈവങ്ങളാണുള്ളതെന്നാണ്. അതും അതിനകത്ത് ഭയങ്കര തമാശകരമായ കാര്യം, പിതാവും പുത്രനും പരിശുദ്ധ കന്യകാമറിയും ഒക്കെയാണ് എന്നാണ് അവര് പലപ്പോഴും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പിതാവിന്റെ ഭാര്യയായ പരിശുദ്ധ കന്യകാമറിയവും അവരിൽ നിന്ന് ജനിച്ച ഈശോയും, ഇങ്ങനെയാണ് ത്രിത്വം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സാധാരണക്കാരുടെ ഇടയ്ക്കുള്ള ഒരു പോപ്പുലർ തിയറിയാണ് പിതാവും പരിശുദ്ധാത്മാവും ഈശോയും കൂടെ കൂടുന്നതാണ് ദൈവം എന്നൊക്കെ ഈ എസൻസ് ഗ്ലോബൽ പോലത്തെ ആൾക്കാരൊക്കെ സ്റ്റേജിൽ നിന്നിട്ട് കണ്ടുമടച്ച് വിളിച്ചു പറയുന്നതൊക്കെ ഞാനും പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ആളുകളുടെ ഇടയ്ക്കുള്ള ഒരു ഭയങ്കര ധാരണയാണ്. അപ്പൊ അവര് പറയും ഒരു ദൈവത്തിന്റെ കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഈ 3 പേരുടെ കാര്യമൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്? മിണ്ടാണ്ട് മര്യാദയ്ക്ക് ഒരു ദൈവം ഉള്ളെന്ന് പറഞ്ഞാൽ ആർക്കും ഇവിടെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളുടെ ഗണത്തിലും ആരും പെടുത്താൻ നോക്കുന്നില്ല. നമുക്ക് പറയാനും ഒരു കാരണമുണ്ട്, ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് പറയാനും കാരണമുണ്ട്. പിന്നെ എന്തിനാണ് ഈ 3 പേരുടെ കാര്യമൊക്കെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നതെന്നാണ്. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് അവതരിപ്പിച്ചാലും ഇല്ലേലും ദൈവം അങ്ങനെയാണ് എന്നതാണ് അതിന്റെ ഉത്തരം. നമുക്കിഷ്ടമുള്ള പോലെ അല്ലല്ലോ നമ്മൾ ദൈവത്തെ ആക്കുന്നത്. ദൈവം എങ്ങനെയായിരിക്കുന്നു അത് ആ ദൈവം തന്നെ വെളിപ്പെടുത്തിയതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കൂടി ചെയ്യുന്നത്. അതുകൊണ്ട് കത്തോലിക്ക സഭ നിർമ്മിച്ചെടുക്കുന്ന ദൈവമല്ല. അതേസമയം നമ്മൾ ആരെങ്കിലും ബുദ്ധിപൂർവ്വം ഒരു ദൈവത്തെ നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ ശരിയാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു ദൈവത്തെ നിർമ്മിച്ചെടുക്കാം. ഇസ്ലാം ശരിക്കും ചെയ്തേക്കുന്ന അതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരു ദൈവത്തെ അവർ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടായിരുന്ന 300ഓളം ദൈവങ്ങളിൽ നിന്ന് അവര് പ്രധാന ദൈവത്തെ മാത്രം നിലനിർത്തുകയും ബാക്കി എല്ലാ ദൈവങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു. അതിന്റെ ശില്പങ്ങളെല്ലാം തട്ടിക്കളഞ്ഞ് ഇനി മുതൽ ഈ നാട്ടിൽ, ലോകത്തിൽ നമുക്ക് ഒരു ദൈവം ഉണ്ടാവത്തുള്ളൂ, അത് ആ പ്രധാന ദൈവമായിരിക്കും, ദ ഗാഡ് എന്ന് പറയുന്ന അല്ലാ ആയിരിക്കും അത് എന്നവർ പറഞ്ഞു. എന്നിട്ട് അത് അവർ ആവർത്തിച്ച് പഠിപ്പിച്ചതുകൊണ്ട് അവർ പറഞ്ഞു ഒറ്റ ദൈവമുള്ളൂ, ഇനി ബാക്കിയുള്ള ദൈവം ഒന്നും ദൈവമല്ല, ഈ ഒരൊറ്റ ദൈവമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവരുടെ വാക്കുകളിലും സംഭാഷണത്തിലും നിരന്തരം സ്ഥാനത്തും അസ്ഥാനത്തും ഏകദൈവം എന്ന് പറയാനിട വന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ള ഏകദൈവം അല്ലാതെ പകരം അവർ ബാക്കി ദൈവങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്തു. ഇനി കൂടി ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവരോട് സംസാരിച്ച സമയത്തൊക്കെ അവരുദ്ദേശിക്കുന്ന ഏകദൈവം എന്ന് പറയുന്നത് മറ്റെല്ലാ ദൈവങ്ങളെയും ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു, ഇനി ഒരു ദൈവം മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ് സത്യത്തിൽ. അത് ആ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ ഏകദൈവ വിശ്വാസികൾ, നിങ്ങൾ ബഹുദൈവ വിശ്വാസികൾ എന്നൊക്കെ പറയുന്നത്. അതാണ് ഒരു കാര്യം. പിന്നെ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ദൈവത്തിന്റെ ത്രിത്വത്തെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദ്യം. ആദ്യം പറയേണ്ട കാര്യം, ദൈവം 3 ദൈവിക വ്യക്തികളും 3 ദൈവിക വ്യക്തികളോട് കൂടുന്ന ഒരു ദൈവവുമാണ് എന്നാണ്. എന്താണ് ദൈവിക വ്യക്തി എന്ന് പറഞ്ഞാൽ? വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് നമ്മൾ വ്യക്തി എന്ന് കേൾക്കുക മനുഷ്യനാണ് നമുക്ക് ഓർമ്മ വരുന്നത്, അല്ലെ? ഒരു മനുഷ്യനെ സാധാരണ നമ്മൾ വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ.
അങ്ങനെയുള്ള അർത്ഥത്തില്ല. വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻസ് ഉള്ള സ്വതന്ത്രനായ ഒരു എക്സിസ്റ്റൻസ്. ഇപ്പം ഞാൻ മറ്റൊരാളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനാണ്, എന്നാൽ ഞാൻ ആളെ പോലെ തന്നെ മനുഷ്യനാണ് താനും. ഈ രണ്ട് കാര്യം ഓർക്കണം. ഞാൻ ആളെ പോലെ തന്നെ ഒരു മനുഷ്യനാണ്, എനിക്ക് ആ മനുഷ്യന്റെ ഘടകങ്ങളെല്ലാം ആൾക്കുള്ളതുപോലെ തന്നെ എനിക്കുമുണ്ട്. ആത്മാവുണ്ട്, ശരീരമുണ്ട്, ചിന്തയുണ്ട്, ബുദ്ധിയുണ്ട്, ആലോചനയുണ്ട്, അങ്ങനെ എല്ലാം ആൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. ഒരു ശരീരമുണ്ട്, ഇതുപോലെ തന്നെ സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ശരീരം അദ്ദേഹത്തിനുമുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. പക്ഷേ രണ്ടുപേരും മനുഷ്യരാണ് താനും. മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ ഒന്നാണ്. ഇനി ഞങ്ങൾ എന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും ഒരാളാണോ അല്ലെങ്കിൽ കോപ്പിയാണോ? അല്ല. ഞാൻ ആ ആളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനാണ്. ഏതൊക്കെ കാര്യത്തിലാണ് വ്യത്യസ്തനാകുന്നത്? വിശുദ്ധ അഗസ്തീനോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 3 കാര്യങ്ങൾ വ്യത്യസ്തനാവും. ഒന്നാമത്തേത് ഒരാളുടെ മെമ്മറി എന്ന് പറഞ്ഞാൽ തന്നെക്കുറിച്ച് തന്നെയുള്ള തൻ്റെ അവബോധത്തിൽ, തൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, താൻ ആരായിരിക്കുന്നു, താൻ തൊട്ടു മുമ്പത്തെ സെക്കൻഡിൽ ആരായിരുന്നു, അതിനു മുമ്പത്തെ സമയത്ത് ആരായിരുന്നു, അങ്ങനെ താൻ തൻ്റെ ആയുഷ്കാലം മുഴുവനും, തൻ്റെ എക്സിസ്റ്റൻസിന്, നിലനിൽപ്പിന്റെ കാലഘട്ടം മുഴുവനും താൻ ആരായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഈ മെമ്മറി. അത് എനിക്കും വേറൊരാൾക്കും രണ്ടായിരിക്കും. ഞാനായിരിക്കുന്ന വിധത്തിലാണല്ലോ ഞാനായിരുന്നത്, ആ ആളുടെ വിധത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും, ഞങ്ങൾ രണ്ടുപേരും മനുഷ്യരാണെങ്കിലും ഈ രണ്ടും രണ്ടാണ്. ഇനി രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന കാര്യമാണ്. മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഗ്രഹിക്കാൻ എനിക്ക് വേറൊരാൾ ശരിക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഗ്രഹിക്കുന്നതിൻ്റെ ഒരു കോപ്പിയല്ല ഞാൻ ഗ്രഹിക്കുന്നത് സ്വന്തം നിലയ്ക്കാണ്. ഉദാഹരണത്തിന് നമ്മൾ ഓരോരുത്തരും ഒരു വാക്ക് കേൾക്കുമ്പം ആ വാക്ക് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരേ കാര്യമല്ലല്ലോ, പൊതുവിലൊരു കാര്യമാണെങ്കിലും ഒന്ന് തന്നെയല്ലല്ലോ എല്ലാവരും ഗ്രഹിക്കുന്നത്. ഇനി അഥവാ ഒരാൾക്ക് ഗ്രഹിക്കാൻ മറ്റൊരാളുടെ മൈൻഡ് ആവശ്യമില്ല. അപ്പോൾ ഓരോരുത്തരും ഗ്രഹിക്കുന്നത് സ്വന്തം നിലയ്ക്കാണ്, സ്വന്തമായി സ്വകീയമായിട്ടാണ് ഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു, വ്യക്തിയായിരിക്കുന്നു. ഒന്നാമത്തത് മെമ്മറി, രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മൂന്നാമത്തേത് എന്താണ്? ബില്ലാണ്, ഇച്ഛാശക്തി, തീരുമാനമെടുക്കാനുള്ള ശേഷി. ഒരു കാര്യം ചിന്തിക്കുന്ന കാര്യത്തിൽ തീരുമാനം മുതൽ പ്രവൃത്തിയിൽ വരുത്തുന്നത് വരെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിക്ക് നമ്മൾ മറ്റൊരാളിൽ ആശ്രയിക്കേണ്ടതില്ല. എന്ന് പറയാൻ എൻ്റെ വിൽ, ഐ ഡോണ്ട് വിൽ ഫോർ ദാറ്റ് എന്ന് പറയാൻ എനിക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ അയാളുടെ അല്ലെങ്കിൽ ആ ആൾ അത് വില്ല് ചെയ്യുമ്പോൾ തന്നെ ഞാനും വില്ല് ചെയ്ത് പോകില്ല. മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞുദാഹരണം പറഞ്ഞാൽ, 2 കമ്പ്യൂട്ടറിനകത്ത് ഒരേ സോഫ്റ്റ്വെയർ കണക്റ്റഡ് ആയിട്ട് കോപ്പി ചെയ്തിരിക്കുന്നു വിചാരിക്കുക. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ത് സംഭവിക്കുന്നു അത് തന്നെ ഇപ്പുറത്തെ കമ്പ്യൂട്ടർ സംഭവിക്കുമല്ലോ. അതുപോലെയല്ല 2 മനുഷ്യർ തമ്മിൽ. എന്നിൽ ഉണ്ടാകുന്നതെല്ലാം എന്നിൽ തന്നെയാണ്, അയാളിൽ ഉണ്ടാകുന്നതൊക്കെ അയാളിൽ തന്നെയാണ്. ഇതാണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനായ വ്യക്തിയാക്കുന്നത്. അപ്പൊ അതിന് മനുഷ്യൻ തന്നെ ആവണമെന്നില്ല വ്യക്തിയായിരിക്കാൻ. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെയുള്ള ആർക്കും വ്യക്തിയായിരിക്കാം. എന്ന് പറഞ്ഞാൽ സ്വന്തമായ മെമ്മറിയും സ്വന്തമായ വില്ലും സ്വന്തമായ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെയുള്ള ഏത് എൻറ്റിറ്റിക്കും. ഇത് വിശുദ്ധ അഗസ്തീനോസിന്റെ ഭാഷയാണ്, ഇതിനേക്കാൾ കൂടുതൽ വിപുലപ്പെടുത്തി പറയേണ്ടതായത്. അങ്ങനെ ഉള്ള ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ സ്വന്തമായി സ്വകീയമായുള്ള ആരും ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 സ്വതന്ത്രരായ വ്യക്തികളാണ്. അതായത് ഒരാൾ മറ്റൊരാളുടെ ഫോട്ടോ കോപ്പിയല്ല, ഒരാൾ തന്നെയല്ല മറ്റേയാൾ. എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെയല്ല പുത്രൻ, പുത്രൻ തന്നെയല്ല പരിശുദ്ധാത്മാവ്. ചില അങ്ങനെ പറയും, പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയും. സത്യത്തിൽ അങ്ങനെയല്ല. ഞാൻ ഈ പാഷണ്ഡതകളുടെ കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒരു പാഷണ്ഡതയാണ്. അതുപോലെ ചിലർ പറയും ഓരോരുത്തർ അവരുടെ പ്രവൃത്തി മൂലമാണ് ഇങ്ങനെ 3 ആയിരിക്കും. അതായത് സൃഷ്ടിക്കുന്നവൻ ആയതുകൊണ്ട് ആ ദൈവം പിതാവായി കാണപ്പെടുന്നു, ഇനി ജനിച്ചവനായതുകൊണ്ട് പുത്രനായി കാണപ്പെടുന്നു, അങ്ങനെ ഈ ദൗത്യം നിർവഹിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവായി കാണപ്പെടുന്നു, അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുമല്ല. ചില ആളുകൾ പറയും കാലഘട്ടത്തിന്റെ വ്യത്യാസം കൊണ്ടാണെന്ന് പറയുന്ന ഒരു പ്രബലമായ ആധുനിക ധാരണയുണ്ട്. അതായത് ആദ്യകാലങ്ങളിൽ പിതാവ് പ്രവർത്തിച്ചിരുന്നു, പിന്നീട് പുത്രനായി അവിടുന്ന് പ്രവർത്തിക്കുന്നു ഈശോയുടെ വംശാവതാരത്തിലൂടെ. അതിനുശേഷം ഈശോയുടെ ഉദ്ധാന ശേഷം അതേ ദൈവം തന്നെ പരിശുദ്ധാത്മാവായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ അത് ഒരു ഹിന്ദു സിസ്റ്റമാണ്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കണ്ടിന്യൂറ്റി ആണ് എന്ന് കരുതുന്നത്. ഇത് അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അവരുടെ ഫങ്ഷണലായിട്ട് കാലഘട്ടത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പ്രവേശിക്കുന്ന ഓരോ തരം കാര്യത്തിന് വേണ്ടി വരുന്ന ദൈവം അങ്ങനെയല്ല ദൈവം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹൈന്ദവ വിചാരത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം നടത്തുന്ന 3 ആളുകൾ. ഒരാൾ സൃഷ്ടിക്കുന്നു, മറ്റേയാൾ പരിപാലിക്കുന്നു, മറ്റേയാൾ അവസാനിപ്പിക്കുന്നു. അങ്ങനെ 3 ജോലികൾ ചെയ്യാൻ വേണ്ടിയുള്ള 3 പേരുമല്ല ത്രിത്വം. ഇങ്ങനെയൊന്നുമല്ല ത്രിത്വം. പകരം എന്താണ്? 3 ദൈവിക വ്യക്തികളാണ്, സ്വതന്ത്രരായ 3 ദൈവിക വ്യക്തികളാണ്. സ്വതന്ത്രരായ ദൈവിക വ്യക്തികളായിരിക്കുമ്പോഴും അവർ സത്തയിലൊന്നാണ്. എന്താണ് ഈ സത്തയിലൊന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ? ഏകസത്തയായ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസപ്രമാണം ചെയ്യുന്നത്. സത്തയിലൊന്നെന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ,
അവർ 3 പേരും പരിപൂർണമായും ദൈവം തന്നെയാണ് എന്നാണ്. അവരിലുള്ളതെല്ലാം പൂർണ്ണമായും ദൈവം തന്നെയാണ് എന്നാണ് സത്യലേഖൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു 3 മനുഷ്യർ നിൽക്കുമെന്ന് ചോദിച്ചു. ഞാനും ഇപ്പുറത്തെ 2 മനുഷ്യരോട് 3 മനുഷ്യർ നിൽക്കുക. ഈ 3 മനുഷ്യരും അവരുടെ സത്തയിൽ തുല്യരാണ്. കാരണം അവർ 3 പേരും മനുഷ്യരാണ്. മാനുഷിക ഘടകങ്ങളെല്ലാം ഈ 3 പേരിലും തുല്യമാണ്. എന്നെ മനുഷ്യനാക്കുന്നത് തന്നെയാണ് ആ ആളിലും ഉള്ളത്. അതുകൊണ്ട് ആ ആളെയും മനുഷ്യനാണ്. എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ കുറച്ചുകൂടെ വലിയ പൂർണ്ണതയുള്ള മനുഷ്യനെന്നോ, ഞാൻ കുറച്ചുകൂടെ ശരിയായ മനുഷ്യനെന്നോ, ഞാൻ കുറെ കൂടെ എന്താ പറയാ ഫുൾനെസ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഗ്രേഡ് കൂടിയ മനുഷ്യനെന്നോ, അത് ഗ്രേഡ് കുറഞ്ഞ മനുഷ്യനെന്നൊന്നും പറയാനില്ല. കാരണം മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും തുല്യരാണ്. ഞങ്ങൾ ഈ 3 പേരിക്കുമ്പോഴും 3 പേരും തുല്യരാണ്. കാരണം എന്താ, മാനുഷിക ഘടകങ്ങളെല്ലാം സെയിം ആണ്. അഥവാ എന്നെ ഒരു മനുഷ്യനായി സൃഷ്ടിച്ചിരിക്കുന്ന അതേ ഘടകങ്ങളിലൂടെയാണ് അദ്ദേഹവും മനുഷ്യനായി നിലനിൽക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ അതൊരു മൃഗമോ ചെടിയോ നമുക്കറിയാമല്ലാത്ത വേറെന്തെങ്കിലും ഒക്കെ ആയി മാറിയാനായിരുന്നു. ഇവിടെ ദൈവത്തിന്റെ കാര്യം എടുത്താൽ പിതാവ് എന്താണോ എന്ന് പറയുമ്പം ഞാനത് സാധനത്തെ കുറിച്ചല്ല പറഞ്ഞെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്താണോ, അതായത് ഈ പിതാവിന്റെ ദൈവത്വം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണോ ആ പിതാവായ ദൈവം ആ ദൈവത്വം എന്താണോ അത് തന്നെയാണ് പുത്രനുള്ളത്, അത് തന്നെയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. 3 എണ്ണമല്ല, 3 തരം ദൈവിക സത്തകളല്ല, ഒരു സത്ത തന്നെയാണ് 3 പേർക്കും ഉള്ളത്. അതുകൊണ്ട് സത്തയിൽ അവർ തുല്യരാണ്, സമന്മാരാണ്, സത്തയിൽ ഒന്നാണ്. ഏക സത്തയാണ് 3 പേർക്കും ഉള്ളത്. എന്നാൽ ആ ഏക സത്ത ഹാൻഡിൽ ചെയ്യുന്ന 3 പേരും 3 വ്യക്തികളാണ്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരേ സത്ത ഹാൻഡിൽ ചെയ്യുന്ന, ഒരേ സത്തയിൽ ആയിരിക്കുന്ന, നമ്മൾ നിർമ്മിച്ചു സൃഷ്ടിച്ചൊന്നും പറയാൻ പാടില്ലല്ലോ, ഒരേ സത്തയിലായിരിക്കുന്ന ഈ 3 പേരും 3 വ്യക്തികളാണ്. ഇനി അങ്ങനെയാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവരെ ഒരു ദൈവം എന്ന് പറയാൻ പറ്റുന്നത്? ഒരു ദൈവം എന്ന് പറയാൻ പറ്റുന്നതിന് ഒരു കാരണം ഈ സത്തയുടെ ഐക്യം തന്നെയാണ്. ഇവർ 3 പേരും ഒരേപോലെ ദൈവമാണ്. അല്ലായിരുന്നെങ്കിൽ ഒരു ദൈവം ഒരു മനുഷ്യനോട് കൂടി ഒരുമിച്ചാവാൻ പറ്റില്ല, ഒന്നാവാൻ കഴിയില്ലല്ലോ, പൂർണ്ണമായ അർത്ഥത്തിൽ ഒന്നാൻ കഴിയില്ല. മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ കാരണം അവർക്ക് ഒരേ സത്തയുണ്ട് ഓൾറെഡി എന്നാണ്. ഒരേ സത്തയുണ്ട് ത്രിത്വത്തിന്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഓൾറെഡി ഒരേ സത്തയാണുള്ളത്. അതുകൊണ്ട് സത്തയിൽ അവർ തുല്യരാണ്. അതുകൊണ്ട് അവർക്ക് ഏകീഭവിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി എങ്ങനെയാണ് അവർ ഒന്നായിരിക്കുന്നത്? അവർ അവരെ തന്നെ മറ്റു 2 പേർക്കുമായി ആത്മാർപ്പണം നടത്തിയിരിക്കുന്നതുകൊണ്ടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ വില്ലിന്റെ കാര്യം എടുക്കുക. എനിക്ക് സ്വന്തമായ വില്ലുണ്ട്, പക്ഷെ ഞാൻ പറയുകയാണ് എൻ്റെ വില്ലല്ല, നിങ്ങളുടെ വില്ലാണ് എൻ്റെ വില്ല്. എനിക്കതിൽ നിന്ന് വ്യത്യസ്തമായൊരു വില്ലില്ല എന്ന് ഞാൻ എൻ്റെ നടത്തുന്ന സെൽഫ് ഓഫറിംഗ് ആണ്. സ്വന്തമായ അസ്തിത്വം ഉണ്ടായിരിക്കെ പോലും ഞാൻ എൻ്റെ സെൽഫ് ഓഫറിംഗ് നടത്തുന്നു. നിങ്ങൾ എന്താണോ വില്ല് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ വില്ല് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കും എനിക്കില്ല. ഇനി രണ്ടാമത്, ഞാൻ എന്താണോ ഗ്രഹിക്കുന്നത്, നിങ്ങൾ ഗ്രഹിക്കുന്നതെന്തോ അത് തന്നെയായിരിക്കും ഞാനും ഗ്രഹിക്കുന്നത്. അങ്ങനെ എൻ്റെ ഗ്രഹിക്കാനുള്ള ഇൻഡിപെൻഡന്റ് ഫാക്കൽറ്റിയും എനിക്ക് ഓഫർ ചെയ്യാം. അതുപോലെ മെമ്മറി, ഒരുമിച്ചായിരിക്കുമ്പോൾ മെമ്മറിയും ഷെയർ ചെയ്യപ്പെടും. അപ്പൊ ഈ ഒരാളെ താനായിരിക്കുന്ന ഘടകങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള എലമെന്റ് വില്ലാണ്. അവ ഓരോരുത്തരും ആ കമ്മ്യൂണിയന് ഓഫർ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് അതിനെ ശ്രദ്ധിക്കേണ്ടത്. ഓരോരുത്തരും തൻ്റെ വില്ലിനെ ആ കമ്മ്യൂണിയൻ ഓഫർ ചെയ്തിരിക്കുന്നു, ത്രിത്വം എന്ന കൂട്ടായ്മയ്ക്ക് ഓഫർ ചെയ്തിരിക്കുന്നു. അങ്ങനെ 3 പേരും അതങ്ങനെ ഓഫർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ദേ ആർ യുണൈറ്റഡ് ഇൻ എ സിംഗിൾ വിൽ. ഒറ്റ വില്ലാണ് അവരെ ഐക്യപ്പെടുത്തുന്നത്, ഒറ്റ വില്ലാണ്. ഇനി എങ്ങനെയാണ് ഈ ഒറ്റ വില്ല് ഉണ്ടാകുന്നത്? അതിനവരെന്താണ് ചെയ്യുന്നത്? ഞാൻ ഈ പറഞ്ഞ ഫാസ്റ്റ് അല്ലല്ലോ അല്ലേ? ഇത്തിരി ഫാസ്റ്റ് ആണോ? എങ്ങനെയാണ് ഈ ഒരു വില്ലുണ്ടായി ഒറ്റ വ്യക്തിയാകുന്ന വില്ല് ഓഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ ഏകീഭവിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഈ വില്ല് ഓഫർ ചെയ്യാൻ പറ്റുന്നത്? വില്ല് ഓഫർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. അതെന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ്. 1 സ്നേഹം, 2 അനുസരണം. 1 സ്നേഹം, 2 അനുസരണം. ഈ സ്നേഹം എന്ന് പറയുന്ന കാര്യം അതിനാൽ തന്നെ ഒരു വില്ല് ഓഫറിംഗ് ആണ് സത്യത്തിൽ. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 2 പേരും ഭയങ്കര സ്നേഹമെന്ന് വിചാരിച്ചു. ഒരാൾ പറയാ, എടാ നമുക്ക് ഇന്ന് സിനിമയ്ക്ക് പോയാലോ? മറ്റേ ആൾ അതിന് ചുമ്മാ നിഷേധിക്കുമോ? ഇല്ല, എന്നാ ശരി പോയേക്കാം എന്ന് പോലും പറയും അല്ലേ? സ്നേഹം അങ്ങ് വർദ്ധിക്കും. അതുകൊണ്ടാണ് പലപ്പോൾ ഭയങ്കര സ്നേഹം ഉണ്ടായിട്ട്, ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് നീ അതിന് കൂടിയില്ലല്ലോ, നീ എൻ്റെ കൂടെ വന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിൻ്റെ കാരണം സ്നേഹമാണെങ്കിൽ അത് ഒരുമിച്ചൊരു വില്ലാവേണ്ടതാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിനൊരു ഒരു കോമൺ വിൽ, ഒരു രാജ്യമാണെങ്കിൽ രാജ്യത്തിനൊരു കോമൺ വിൽ ഉണ്ടെങ്കിൽ അതിനകത്തൊരു സ്നേഹം ഉണ്ടാവും അല്ലെ? വൈരുദ്ധ്യങ്ങളും കലഹവും ഉണ്ടാകുന്നത് കോമൺ വില്ലില്ലാതാകുമ്പോഴാണ്. അപ്പോൾ ദൈവം ഒന്നായിരിക്കുന്ന കോമൺ വില്ല് വഴിയാണ്. ആ വില്ലിന്റെ കാരണം സ്നേഹമാണ്.
സ്നേഹമുള്ളിടത്ത് വില്ല് ഐക്യപ്പെടുത്താൻ പറ്റും. അങ്ങനെ അത് ഇനി ആ സ്നേഹം തീവ്രമാവുകയാണെങ്കിലോ വേർതിരിച്ചെടുക്കാൻ മേലാത്ത പോലെ ആ വില്ലൊന്നായിരിക്കും. എൻ്റെ വില്ലും അങ്ങനെ എൻ്റെ ഒന്നും നിങ്ങളുടെ ഒന്നും ഇല്ല. നിനക്ക് ഇഷ്ടമുള്ളത് എന്തോ. ഇപ്പം ഭയങ്കര സ്നേഹിതരായ രണ്ടുപേരും പരിചയക്കാരല്ല, ഇവർ സ്നേഹിതരൊന്നും അല്ലാത്ത രണ്ടുപേരും ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ പലപ്പോഴും ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കര ഐക്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്നാ മേടിക്കണ്ടേ, എന്നു പറഞ്ഞോന്നേ നമുക്ക് കഴിച്ചേക്കാം എന്നവർ പറയും. അപ്പൊ മറ്റേ ആള് പറയും ഇയാളത് കഴിക്കും. അതേസമയം അപരിചിതര രണ്ടുപേരാണ്, ഞാനിതാ കേട്ടോ കഴിക്കുന്നത്, മറ്റേ ആൾ ഞാൻ കഴിക്കും. ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ ഓരോരുത്തർക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് കഴിക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അവരുടെ വില്ല് പോലും സ്നേഹം കൊണ്ട് ഏകീഭവിപ്പിക്കാൻ ഒരു പാടുമില്ല. ഇനി അങ്ങനെയാണെങ്കിൽ സ്നേഹം മാത്രമായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഓർത്ത് നോക്കി. നമുക്ക് ഇച്ചിരി സ്നേഹമാണുള്ളത്, ബാക്കി ഒത്തിരി ഘടകങ്ങളുടെ കൊടുത്തൊരു കാര്യമാണ് നമുക്കുള്ള സ്നേഹം. അതുപോലും ശക്തമായിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും വില്ല് പോലും ഒരുപോലെ ഇരിക്കുമ്പം രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരേ കാര്യമായിരിക്കുന്നത് പോലെ, ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു പാർട്ടിക്കാർ, അവരാ പാർട്ടിക്കാരെ എന്ത് ചെയ്യും, ആ പാർട്ടിക്കാർ മറ്റേ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അപ്പൊ ഈ പാർട്ടിയിലെ നേതാവ് പറയണതൊക്കെ ശരി ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവർ അതിനുവേണ്ടി ചത്ത് കിടന്ന് ന്യായീകരിക്കാനൊക്കെ പോകും. നമ്മൾ കണ്ടോ അവരെന്താ ചെയ്യുന്നത്? അവരുടെ ഇഷ്ടങ്ങളും വില്ലും അവരാ പാർട്ടിയുടേതിനോടോ അതിന്റെ നേതാവിനോടോ ഐക്യപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ അവർക്ക് അതിനോട് സ്നേഹമുണ്ട്, പാർട്ടിയോട് സ്നേഹമുണ്ട്. അതാണ് കാര്യം. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ബാഹ്യമായ വേൾഡിലി ആയിട്ടുള്ള നിസ്സാരമായ ഘടകങ്ങൾ. ഇനി അതിനപ്പുറത്ത് ചിന്തിച്ച് നോക്കുക, ദൈവത്തെക്കുറിച്ച് ഓർത്ത് നോക്കി. ദൈവം അബ്സല്യൂട്ട് ഗുഡ്നെസ്, പൂർണ്ണമായ സ്നേഹമാണ് ദൈവം, ഫുൾനെസ് ഓഫ് ലവ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവത്തിന് നോക്കി സകല സ്നേഹം പോലും വില്ലുകൾ ഐഡന്റിഫൈഡ് ആവുമെങ്കിൽ സ്നേഹം മാത്രമാണെന്ന് കരുതുക, വില്ലുകൾക്ക് വേർതിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം സ്നേഹമായിരിക്കയാൽ ദൈവത്തിന് തങ്ങളുടെ വില്ലും അണ്ടർസ്റ്റാൻഡിങ്ങും മെമ്മറിയും ഒക്കെ ഏകീഭവിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ദൈവം യഥാർത്ഥത്തിൽ ഒന്നായി തന്നെ അങ്ങ് തീരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വില്ലിന്റെ ഒരുമിച്ചാക്കൽ. അത് വേർതിരിച്ചെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാൽ നമ്മുടെ പരിചയമുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയാണ്. രണ്ടാമത്തെ ഒബീഡിയൻസ് ആണ്. ഒബീഡിയൻസ്, അനുസരണം എന്ന കാരണത്താൽ ഇവർ ഒന്നായിരിക്കും, അഥവാ അവർ ഒന്നായിരിക്കുന്നതുകൊണ്ട് അവർ അനുസരണത്തിലായിരിക്കും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ദൈവം തന്നെയും തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ അനുസരിക്കാൻ അവനോട് കൽപ്പിച്ചതിന്റെ കാരണം തങ്ങളുടെ അനുസരണം ഉള്ളതുകൊണ്ടാണ്. അനുസരണമാണ് അവരെ സ്നേഹത്തിൽ കൊണ്ടു നടക്കുക എന്ന് അവർക്ക് അറിയായിരുന്നു, ദൈവത്തിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവർക്കും അനുസരണം കൊടുത്തത്. അപ്പം അതുകൊണ്ട് അപ്പൊ ദൈവം സോറി പോയോ ഇല്ലല്ലോ, അപ്പൊ ദൈവം അനുസരണത്തിലൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുസരണം എന്ന് പറയുന്നതും ഒരു വില്ലിനോട് തൻ്റെ വില്ലിനെ സബ്മിറ്റ് ചെയ്യുന്നതാണ് അനുസരണം എന്ന് പറയുന്നത്. ഈ അനുസരണം ഒരു വിശുദ്ധിയുടെ അടയാളമാണ്. പരിശുദ്ധിയിലാണ് അത് പൂർണ്ണമാകുന്നത്. വിശുദ്ധിയുടെ അടയാളമാണ്, ഒപ്പം സ്നേഹത്തിന്റെ അടയാളവുമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ക്യാരക്ടർ തന്നെയും ഈ ഒബീഡിയൻസാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ദൈവീയ വ്യക്തികൾ, സ്വതന്ത്രരാണ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തിനാണ് പുത്രൻ പിതാവ് അയച്ച പുത്രൻ എന്നൊക്കെ പറയണേ? അല്ലേ, 3 തുല്യരാണെങ്കിൽ ഞാൻ പോയി രക്ഷാകർമ്മം നടത്തിയിട്ട് ഇങ്ങോട്ട് വരാം എന്നങ്ങ് പറഞ്ഞാൽ പോരെ. പിതാവാണ് എന്നെ അയച്ചതെന്നൊക്കെ പറഞ്ഞു കുറച്ചിലായിട്ട് നമുക്ക് തോന്നും, അല്ലെ? ദൈവത്തിന് ഒരു ദൈവമായിട്ടും കൂടെ ഈശോയ്ക്ക് സ്വമേധയാ വരാൻ പറ്റില്ലേ? പിതാവ് പറഞ്ഞല്ലാണ്ട് സ്വന്തം തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? സ്ലേവ് ആണോ ദൈവത്തിന്റെ എന്നൊക്കെ ആളുകൾക്ക് തോന്നാൻ സാധ്യതയുണ്ടായിട്ട് പോലും ഈശോ പറയുകയാണ്, പിതാവിന്റെ വില്ലാണ് എൻ്റെ വില്ല്. അവിടുന്ന് കുരിശുമരണത്തിന്റെ സമയത്താണത് വ്യക്തമാകുന്നത് പോലെ എടുത്തു പറയുകയാണ്, എങ്കിലും എൻ്റെ വില്ലല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഇനി ഈ ദൈവിക സ്വഭാവം സ്വീകരിക്കുന്നവരൊക്കെ അത് പറയും. മാതാവ് പറയും, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വിൽ എന്നിൽ നടക്കട്ടെ എന്ന് പറയും. അപ്പൊ അതൊക്കെ സ്നേഹത്തിന്റെ തീവ്രതയാണ്. ശരിക്കും മാതാവിന്റെ ആ വാക്കുകൾ ത്രിത്വത്തിന്റെ കൂട്ടായ്മയോടുള്ള വലിയ സ്നേഹമാണ്. അതായത് ഹവ്വ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ നന്മ അവളിൽ നിറഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് സത്യത്തിൽ അത്. എന്തായിരുന്നാലും ഈ ഒബീഡിയൻസ് ഹൃദയങ്ങളെ ഒന്നാക്കും. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോൺഗ്രിഗേഷന്റെ കാര്യം ഓർത്ത് നോക്കി. ഒരു കോൺവെന്റ്, അവരുടെ മദറും ഉണ്ട്, കുറച്ച് സിസ്റ്റർമാരും ഉണ്ട്. അപ്പോൾ അവരുടെ സുപ്പീരിയർ എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താ? സുപ്പീരിയർ എന്ന് പറയുന്നത് അവരുടെ കോമൺ വില്ലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായമുള്ളൂ. മദർ പറയും എന്ന് പറയും. ഇപ്പൊ അച്ഛൻ വിളിച്ചിട്ട് ചോദിക്കുക, സിസ്റ്റർ വേദാന്തം പഠിപ്പിക്കാൻ വരുമോ? അപ്പം സിസ്റ്റർ പറയും, മദർ പറയും. കാരണം എന്താ? മദർ എന്ത് പറയുന്നു അതാണ് എന്റെയും വിൽ, അതിനെയാണ് അനുസരണം എന്ന് പറയുന്നത്. അതേസമയം സിസ്റ്റർ പറയാന്ന് വിചാരിച്ചു, ഞാൻ വരാം സിസ്റ്റർ, അച്ഛാ മദർ സമ്മതിക്കൊന്നുമില്ല, പക്ഷെ മദർ സമ്മതിച്ചാലും ശരി സമ്മതിച്ചില്ലേ ശരി ഞാൻ വരും എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താണ്? അവിടെ കമ്മ്യൂണിയൻ ഇല്ല എന്നാണ് അർത്ഥം. രണ്ട് വില്ലാണ്. ആ വില്ലിനോട് ഞാൻ ഐക്യപ്പെടുന്നില്ല. അതേസമയം അനുസരണം അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും?
നമുക്കൊരു വില്ലേ ഉള്ളൂ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഈ ത്രിത്വത്തിന്റെ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമാണ് അനുസരണക്കേട്. ത്രിത്വത്തിന്റെ ക്യാരക്ടറിന് വിരുദ്ധമാണ്. അഥവാ അനുസരണക്കേട് സംഭവിക്കുന്നിടത്ത് ത്രിത്വത്തെ എതിർക്കപ്പെടും. അഥവാ ത്രിത്വം ബലികഴിക്കപ്പെടുമെന്നോ ത്രിത്വത്തിൽ നിന്ന് അകന്നു പോകുമെന്നോ എന്ന് മനസ്സിലാക്കണം. അത് സഭയിലാണെങ്കിൽ പോലും അനുസരണം എവിടെ നഷ്ടപ്പെട്ടാലും, വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടാലും, സമൂഹത്തിന് നഷ്ടപ്പെട്ടാലും, ഇനിയിപ്പോൾ രൂപതയ്ക്ക് നഷ്ടപ്പെട്ടാലും, അവർ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തായിരിക്കും. അല്ലെങ്കിൽ ത്രിത്വത്തോടുള്ള ബന്ധമാണ് അവർ പച്ചയ്ക്ക് നിഷേധിക്കുന്നത്. കാരണം കൂട്ടായ്മയായിരിക്കുന്ന വില്ലുകളെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അതൊരു എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല, നല്ല പാട് തന്നെയാണ്. കാരണം എൻ്റെ വില്ലിനിയും ഇല്ല, നിന്റെ വില്ലാണിതെന്ന് ഒരാൾക്ക് പറയാൻ കഴിയാന്ന് ഒരാളുടെ ഏക ഐഡന്റിറ്റിയുടെ കോർ എന്ന് പറയുന്ന വില്ലല്ലേ, അത് വേണ്ടാന്ന് വെക്കുക എന്ന് പറയുന്നത് വലിയ ക്ലേശകരമായ കാര്യമാണ്. പക്ഷെ അത് ചെയ്യുന്നതാണ് ദൈവിക സ്വഭാവം. അതുകൊണ്ട് അത് നഷ്ടപ്പെടുന്നതോടെ ഒബീഡിയൻസ്, സ്നേഹം നഷ്ടപ്പെടുന്നിടത്ത് ദൈവിക സ്വഭാവം നഷ്ടപ്പെടും. ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടാൽ പിന്നെ ബാക്കിയുള്ളത് എന്തോ അതിന്റെ പ്രവൃത്തികളായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. എനിവേ, പറഞ്ഞു വന്ന കാര്യം, ഈ ത്രിത്വം ഒന്നായിരിക്കുന്നതിന്റെ കാരണം സ്നേഹവും അനുസരണവും മൂലം വില്ലിനെ ഒരുമിച്ചാക്കിയിരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ സത്യത്തിൽ വില്ല് ഒരുമിച്ചായ പിന്നെ അതിനെ ഒന്നും തന്നെ വിളിക്കാം. ഉദാഹരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് 2 കമ്പ്യൂട്ടർ ഉണ്ട്. 2 കമ്പ്യൂട്ടറിൽ ഒരേ സോഫ്റ്റ്വെയർ. ഈ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്താൽ അതൊക്കെ തന്നെയാണ് മറ്റേ കമ്പ്യൂട്ടറിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണ് രണ്ടൊരു കമ്പ്യൂട്ടറിനെ നമ്മൾ വിളിക്കേണ്ട കാര്യമുള്ളൂ. ഏതാണ്ട് ആ അർത്ഥത്തിൽ കൂടിയാണ് ഈ കൂട്ടായ്മയുടെ തീവ്രത കൊണ്ടാണ്, ഒന്നായിരിക്കൽ കൊണ്ടാണ് അവരെ ഒരു ദൈവം എന്ന് വിളിക്കുന്നത്. എന്നാൽ 3 വ്യക്തികളായിരിക്കുകയും ചെയ്യുന്നു. ഇനി ഇതൊരുവിധം ക്ലിയർ ആയി കാണുന്നത്. ഇനി അങ്ങനെ ആയിരിക്കുമ്പം എന്തിനാണ് ദൈവം ത്രിത്വമായി? ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുള്ളതാ, ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഷോർട്ടായിട്ട് പറയാം. എന്തിനാ ദൈവം അങ്ങനെ ആയിരിക്കുന്നത്? ഈ പറഞ്ഞ കാര്യമൊക്കെ നടക്കാൻ ഒരാൾ പോരാ. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞ സ്നേഹം, 2 ഒബീഡിയൻസ്, ഇതെങ്ങനെയാ ഒരാൾക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ പറ്റുക? ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ലോകത്തിൽ നിന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാ അനുസരിക്കുന്നത്? ഞാൻ ആരെയാ അനുസരിക്കുന്നത്? അത് സാധ്യമല്ല. അതിന് വേറൊരാളും കൂടെ എങ്കിലും വേണ്ടേ? അപ്പൊ സ്നേഹിക്കണം. ഞാൻ ഭയങ്കര സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ലോ. ആരോടാ അച്ഛൻ്റെ സ്നേഹം? എനിക്കിപ്പോ എന്നോട് തന്നെ ഭയങ്കര സ്നേഹമാണെന്ന് ഞാൻ പറയുന്നത് വിചാരിച്ചു. കാരണം ഞാൻ മാത്രമേ ലോകത്തിലുള്ളൂ. എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹം. നമ്മൾ ആ സ്നേഹത്തെ വിളിക്കുന്ന പേരെന്താ? അതിനെ വിളിക്കുന്ന പേര് സ്വാർത്ഥത എന്നാണ്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ പേരാണ് സ്വാർത്ഥത. അപ്പൊ സ്വാർത്ഥത സ്നേഹമാണെന്ന് ചോദിച്ചാൽ താഴ്ന്ന ഗ്രേഡിലുള്ള ഒരു സ്നേഹമാണ്. ഒരു സെൽഫ് ലവ്, ഒരു സ്നേഹമാണ്, പക്ഷെ താഴ്ന്ന ഗ്രേഡിലുള്ള സ്നേഹം. അപ്പൊ അതുകൊണ്ട് ദൈവം ചുമ്മാ ഒരു താഴ്ന്ന ഗ്രേഡിലുള്ള സ്നേഹം ആകാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അതിന്റെ മുകളിൽ എന്താണ് ഉള്ളത്? അപ്പൊ അതിന്റെ മുകളിൽ, അപ്പൊ അങ്ങനെയാണ് സ്നേഹത്തിന്റെ സ്വഭാവത്താൽ തന്നെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോഴാണ് സ്നേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു സ്ഥലത്ത് കെട്ടി വെച്ചേക്കുന്നല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണമെങ്കിൽ ഒരാളും കൂടെ എങ്കിലും വേണ്ടേ? അങ്ങനെയാണ് ദൈവം രണ്ടുപേരായ പോരെ. ഒരാൾ കൊടുക്കുന്നു, മറ്റേ ആൾ സ്വീകരിക്കുന്നു, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര സ്നേഹമാണ് എന്ന് പറയാം. പക്ഷെ അതിന് കുഴപ്പമുണ്ട്. അതൊരു കപ്പിൾ സ്വഭാവമുള്ള സ്നേഹമാണ്. അതിനകത്ത് ഇല്ലാതെ പോകുന്ന ഒരു ഘടകമുണ്ട്. അതേതാണ്? അതിന്റെ പേരാണ് കമ്മ്യൂണിറ്റേറിയൻ ലവ്. സാമൂഹിക മാനമുള്ള സ്നേഹം, കൂട്ടായ്മ സ്വഭാവമുള്ള സ്നേഹം. 2 പേര് തമ്മിലാകുമ്പം ഞാൻ ആളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ആൾ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു മാത്രം മതി. എന്നാൽ സമൂഹത്തിലേക്ക് തുറന്നിരിക്കുക എന്ന് പറയുന്നത് അതിന്റെ മുകളിലുള്ള സ്നേഹത്തിന്റെ ഭാവമാണ്. അപ്പോൾ 2ാമത്തെ തലത്തിലെത്തിയാൽ പോലും പൂർണ്ണ സ്നേഹമാവില്ല. അതുകൊണ്ട് ദമ്പതികളുടെ ഇടയ്ക്കൊക്കെയുള്ള സ്നേഹം സത്യത്തിൽ ഏതാണ്ട് അത്തരത്തിലുള്ള സ്നേഹമാണ്. അതും പോരാത്തതുകൊണ്ടാണ് സിസ്റ്റേഴ്സൊക്കെ അതിന്റെ മുകളിലുള്ള കമ്മ്യൂണിറ്റേറിയൻ ലൈഫിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സന്യാസം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ കുടുംബത്തിനകത്തുള്ള സ്നേഹത്തിനെ പിന്നെ പൂർത്തീകരിക്കുന്ന ബയോളജിക്കലായിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർത്ത് പൂർത്തീകരിക്കാവുന്ന പോലെ ആക്കാം. പക്ഷെ തുല്യരായ ഒന്നിലധികം വ്യക്തികളോട് സ്വയം തുറന്നിരിക്കുന്ന സാമൂഹിക മാനമുള്ള സ്നേഹം, തുല്യരായ ഒന്നിലധികം വ്യക്തികളോട് സ്വയം തുറന്നിരിക്കുന്ന പൂർണ്ണതയുള്ള സാമൂഹിക മാനമുള്ള സ്നേഹം കൂടി ഉണ്ടാകുമ്പോഴേ സ്നേഹം എന്ന് പറയുന്ന കാര്യം അത് അതിന്റെ ഫുൾനെസ്സിലോട്ട് എത്തുള്ളൂ. അപ്പം നമുക്കറിയാം ദൈവം സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. ഹി സെഡ് ഗാഡ് ഈസ് ലവ് എന്ന് വിശുദ്ധ യോഹന്നാൻ ലേഖനത്തിലൂടെ സുവിശേഷത്തിലൂടെയും ഒക്കെ നമ്മൾ പഠിക്കും. അപ്പം ദൈവം സ്നേഹം തന്നെയാണ് എങ്കിൽ, സ്നേഹം കൊണ്ട് തന്നെയാണ് ദൈവത്തെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പോലും പറയണ പോലെ ആലങ്കാരികമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണെങ്കിൽ ആ ദൈവത്തിന് ഈ താഴ്ന്ന തരത്തിലുള്ള സ്നേഹം കൊണ്ടൊന്നും നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിംസ് കരുതുന്ന പോലെ ഒരു ദൈവമേ ഉള്ളൂ, അത് പറഞ്ഞാൽ പോരെ എളുപ്പത്തിന് എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് അവന്റെ സ്വന്തം ഭാവനയാണ്. പറയാൻ എളുപ്പമുള്ള മനുഷ്യന്റെ കണ്ടുപിടുത്തവും അവന്റെ ഭാവനയുമാണ് ഒരു ദൈവം ഉള്ളൂ എന്നുള്ളത്. എന്നാൽ ദൈവം തന്റെ അനന്തജ്ഞാനത്തിൽ എങ്ങനെയായിരിക്കുന്നുവെന്ന് നമുക്ക് വെളിപ്പെടുത്തിയപ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ശരിയാണ്, ദൈവത്തിന് ചുമ്മാ ഇങ്ങനെ ഒരാളായിരുന്നാൽ സ്നേഹമായിരിക്കാനും കഴിയില്ല, സ്നേഹത്തിന്റെ പൂർണ്ണതയായിരിക്കാനും കഴിയില്ല. 2, അനുസരണമായിരിക്കാനും കഴിയില്ല, അനുസരണത്തിന്റെ പൂർണ്ണതയായിരിക്കാനും കഴിയില്ല. അനുസരണം പോലും ആകണമെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് പോരല്ലോ, ആരെയാ അനുസരിക്കണേ എന്ന ചോദ്യമില്ലേ? 2 പേര് മാത്രം ഉണ്ടായിരിക്കുക, എന്ത് അനുസരണത്തിനാ പ്രസക്തി? ആ ആൾക്കാർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരെ. ഒരു സമൂഹവും കൂടെ ഉണ്ടായിരിക്കുമ്പോഴാണ് അനുസരണം പോലും അതിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നത്. അതിന്റെ കമ്മ്യൂണിറ്റേറിയൻ പെർസ്പെക്റ്റീവ് ഓഫ് ഒബീഡിയൻസ് അതോടുകൂടി വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്
ഒന്നിലധികം രണ്ടിലധികം ആയിരിക്കാതിരിക്കാനാവില്ല ദൈവമാകണമെങ്കിൽ. അതായത് ഇനി അങ്ങനെയാണെങ്കിൽ എത്ര വേണമെങ്കിലും ആയിക്കൂടെ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ദൈവം മൂന്നായിരിക്കുന്നു, ത്രിത്വമായിരിക്കുന്നു. ഒരാൾ ഒന്നിലധികം ആളുകളിലേക്ക് തുറന്നിരിക്കുന്ന കൂട്ടായ്മയുണ്ടായിരിക്കുന്നു. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കുന്നു, കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നു. കൂട്ടായ്മ എന്ന മഹത്തായ കാര്യമാണ് ദൈവത്തിന്റെ അസ്തിത്വം. അതുകൊണ്ട് ആ ഗാഡ് ഈസ് എ കമ്മ്യൂണിറ്റേറിയൻ ഗാഡ് എന്ന് നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ചുമ്മാ ഒരു ഏകാന്തനായ ദൈവത്തെക്കുറിച്ചല്ല പറയണത്. കൂട്ടായ്മ എന്ന ഇന്നത്തെ കാലത്തൊക്കെ മനുഷ്യനെ തിരിച്ചറിഞ്ഞു വരുന്നതുകൊണ്ട് കമ്മ്യൂണിയൻ എന്ന് പറയുന്ന കാര്യം വളരെ വലുതായി ഗ്രഹിക്കും, അല്ലെ? എപ്പോഴും നമ്മൾ കമ്മ്യൂണിയനെ ഫോസ്റ്റർ ചെയ്യാനുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുക. ഇപ്പൊ ക്ലബ്ബുകൾ സ്ഥാപിക്കുന്നതായാലും ഓരോ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ മനുഷ്യൻ എങ്ങനെ കൂടുതൽ കമ്മ്യൂണിലോട്ട് വരാം എന്നാണ് മനുഷ്യൻ പോലും ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു രാജ്യാന്തര സംഘടനകളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം UN പോലത്തെ സംഘടനകൾ മനുഷ്യൻ എങ്ങനെ കൂടുതൽ കമ്മ്യൂണിറ്റി ഉണ്ടാകാം, രാഷ്ട്രങ്ങൾ തമ്മിൽ കമ്മ്യൂണിറ്റി ഉണ്ടാകാം, സമൂഹങ്ങൾ തമ്മിൽ ഉണ്ടാകാം, മതങ്ങൾ തമ്മിൽ കമ്മ്യൂണിറ്റി ഉണ്ടാകാം എന്നൊക്കെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു ലോകമാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്നറിയോ? അവനൊരു കമ്മ്യൂണിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് അവൻ ത്രിത്വമാകുന്ന ദൈവത്തിന്റെ കമ്മ്യൂണിയിൽ നിന്ന് ആ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. സ്വാർത്ഥത അവന്റെ ഉള്ളിൽ എന്തോരം ഉണ്ടെങ്കിൽ പോലും അവനൊരു പരിധി കഴിഞ്ഞ് അതിനെ തടയാൻ പറ്റില്ല. കമ്മ്യൂണിന് വേണ്ടി ദാഹിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്മയുള്ള ഏത് മനുഷ്യനായിരിക്കുന്ന ഏവനും അവൻ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവന് ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കേണ്ടി വരുന്നതിന്റെ പ്രശ്നം കൂടി അതാണ്. അവൻ ശരിക്കും ദൈവത്തോട് അടുത്ത് കഴിഞ്ഞാൽ തന്നെ ആധുനിക മനുഷ്യന്റെ പ്രശ്നം തീരും. അവന്റെ ശരിക്കും അങ്ങനെയാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോ, നല്ല ദൈവബോധമുള്ള ഒരു മനുഷ്യന് ഏകാന്തത ഫീൽ ചെയ്യുകയില്ല. അത് ചുമ്മാ ഒരു സമാശ്വാസമല്ല, എൻ്റെ കൂടെ ആരോ ഉള്ള പോലെ ഞാൻ ഫീൽ ചെയ്യും, അങ്ങനെയല്ല. അവൻ ആ കമ്മ്യൂണിയനെ തിരിച്ചറിഞ്ഞാൽ ഇവന് അത് ഭയങ്കര ഈസിയാണ്. ഇവനൊരു ഏകാന്തര പ്രശ്നം പോലെ. അപ്പം മനുഷ്യൻ, ലോകം തന്നെയും ഈ കമ്മ്യൂണിയനെ തിരിച്ചറിയുന്നതിന്റെ പുറകിൽ ദൈവത്തിൽ നിന്ന് അവൻ പുറപ്പെട്ടു എന്നതിന്റെ ധാരണയുണ്ട്. നിരീശ്വരവാദികൾ പോലും ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ഓർക്കണം. അവര് പോലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവർ ഈ എസൻസ് ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. ഒറ്റയ്ക്കല്ലല്ലോ, കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. ശക്തിക്ക് വേണ്ടി മാത്രമല്ല, കമ്മ്യൂണിറ്റിയിലാണ് എക്സിസ്റ്റൻസ് പൂർണ്ണമാകുന്നതെന്ന് അവർക്ക് പോലും അറിയാം. ഈ ത്രിത്വത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തെയാണ് വീണ്ടും അടിവരയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, അപ്പൊ 3 ത്രിത്വിക വ്യക്തികൾ 3 പേരും തുല്യരാണ്. അവർ സ്നേഹത്താലും ഒബീഡിയൻസിനാലും ഒന്നായിരിക്കുന്നു. അവർ അവരുടേതായതെല്ലാം അവർ പങ്കുവെക്കുന്നു, അഥവാ സെൽഫ് ഓഫറിങ് നടത്തുന്നു, കെനോസിസ് നടത്തുന്നു. അങ്ങനെ അവർ ഒന്നായിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് വരാവുന്നൊരു മറ്റൊരു ചോദ്യം ഇതാണ്, അതിനിപ്പോ 3 പേര് ദൈവം തന്നെ വേണമെന്നുണ്ടോ? ദൈവവും പിന്നെ ഞങ്ങളും കൂടെ കൂടിയാൽ പോരെ? ഞങ്ങൾ മനുഷ്യരുണ്ടല്ലോ, ഞങ്ങളുമായിട്ട് ദൈവത്തിന് കമ്മ്യൂണിറ്റി ആയിക്കൂടെ, എന്താ കുഴപ്പമുള്ളത് എന്ന് വേണം ചോദിക്കാലോ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളുമായിട്ട് കമ്മ്യൂണിയൻ ആകാം, പക്ഷെ വി ആർ നോട്ട് ഈക്വൽസ്. തുല്യതയില്ലാത്തവർക്ക് സമ്പൂർണ്ണമായ കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഒരു വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് 2ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ പോലും പറ്റിയല്ല. കാരണം അവർ തമ്മിൽ നല്ല ദൂരമുണ്ട്. അപ്പം ഇനി ഇവിടുത്തെ പ്രശ്നം എന്താ? ദൈവത്തിന് നമ്മൾ സ്നേഹിക്കാം. ദൈവം തൻ്റെ ഹൃദയം തുറന്ന് പൂർണ്ണ സ്നേഹം നമ്മിലേക്ക് ചൊരിഞ്ഞാലും നമ്മുടെ കുഞ്ഞു ഹൃദയത്തെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞളവായിരിക്കും, അത്രേ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ സർവ്വശക്തി എടുത്ത് ദൈവത്തെ സ്നേഹിക്കുമെന്ന് വിചാരിച്ചു, ദൈവത്തിന്റെ പൂർണ്ണ സ്നേഹത്തിനകത്തേക്ക് കടലിലേക്ക് സ്പൂണിൽ വെള്ളം കോഴിക്കണ പോലെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആലങ്കാരികമായി പറയണതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമാകണമെങ്കിൽ തുല്യരായ ആളുകൾ വേണം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെയും ദൈവമായിരിക്കയാൽ അവർ തുല്യരും അവിഭാജ്യരുമായ, നമ്മുടെ നെസ്റ്റോറിയൻ കുർബാന ക്രമത്തിനകത്ത് ചെല്ലുന്ന വാക്കുകളാണത്, തുല്യരും അവിഭാജ്യരുമായ 3 ആളുകളായി ഏറ്റുപറയപ്പെടുന്നത്. നമ്മളങ്ങനെ പറഞ്ഞുണ്ടാക്കിയതല്ല, നമ്മൾ വെളിപ്പെടുത്തിയതിനെ ഏറ്റുപറയുക മാത്രമാണ് ചെയ്യുന്നത്. ദൈവം വെളിപ്പെടുത്തിയതിനെ നമ്മൾ ഏറ്റുപറയുക മാത്രമാണ് ത്രിത്വത്തിൽ ചെയ്യുന്നത് എന്നതാണ് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് പറയാവുന്ന കാര്യം. ഇത് തന്നെയാണ് നമുക്ക് നിരീശ്വരവാദികളോടും കുഞ്ഞുങ്ങളോടും ഒക്കെ, കുറച്ചുകൂടെ സിമ്പിൾ ലാംഗ്വേജ് കുഞ്ഞുങ്ങളോട്, നിരീശ്വരവാദികളോട് ഇതിന്റെ ലോജിക്ക് ഉപയോഗിച്ച് കാറ്റീസം ക്ലാസ്സുകളിൽ അവരുടെ ക്ലാസ്സിനനുസരിച്ച് ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിക്കാം, ഇല്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ച് ഷോർട്ടായിട്ട് പറയാം, അതിൻ്റെ ഒരു ബേസിക് ആണല്ലോ. ചോദ്യമില്ല? ഇല്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ശരി, ഇടയ്ക്ക് എപ്പോൾ വേണം ചോദ്യം ചോദിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം. രണ്ടാമത്തെ കാര്യം ഇതായിരുന്നു, വാട്ട് ആർ ദ റെഫറൻസസ് ടു ഹോളി ട്രിനിറ്റി ഇൻ സേക്രഡ് സ്ക്രിപ്ചർ. അത് ഞാൻ എടുത്തെല്ലാം കൂടെ പറയണമെന്നില്ലായിരിക്കും, നമുക്ക് എവിടെ നിന്ന് വേണം കിട്ടാവുന്ന കാര്യമാണ്. പിതാവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച് ഒക്കെ പറയുന്ന കുറച്ചെന്ന് ഞാൻ പറയാം. ഒന്നാമത്തേത് മിശിഹായുടെ തന്നെ നേരിട്ടുള്ള റെഫറൻസസ് ആണ്. അതായത് ഞാനും പിതാവും ഒന്നാണ് എന്ന് തന്നെ എടുത്തു പറയുന്ന പോലത്തെ വേർഡ്സ്, നേരിട്ട് തന്നെ പിതാവും ഞാനും ഒന്നാണ് എന്ന് പറയുന്ന വാചകങ്ങൾ, അങ്ങനത്തെ എക്സ്പ്രഷൻസ് നമുക്ക് കാണും.
ഈശോ തന്നെ ഈ മാമോസയുടെ സമയത്ത് മാമോസ കൊടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഓർക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ. അതായത് ദൈവം പിതാവ് മാത്രമാണെങ്കിൽ പിതാവിന്റെ നാമത്തിൽ മാമോസ കൊടുക്കുവിൻ, നിങ്ങളെ പഠിപ്പിച്ച് എന്നെയും ഓർക്കുവിൻ എന്ന് പറയാം അല്ലെ. തുല്യമായ പദങ്ങൾ ഉപയോഗിക്കുന്നത് പോലും എപ്പോഴും തുല്യരെ കുറിച്ച് പറയും മാത്രമാണ്. അതുകൊണ്ടാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് ഈശോ പറഞ്ഞു. അങ്ങനെ ഈശോയുടെ വാക്കുകൾക്കകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കും. യോഹന്നാൻ സുവിശേഷമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കും, ഈശോയെ കുറിച്ച് പറയുന്ന വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു എന്ന് തുടങ്ങുന്ന പരാമർശങ്ങൾ. ഇനി അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന സമയത്ത് താൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാൻ കഴിവുള്ള തുല്യനായ ഒരു ആളെ കുറിച്ചാണ്. ഇനി അതുപോലെ ഈശോ പറയും, ഞാൻ രോഗികളെ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ദൈവകരം കൊണ്ടാണ്, കരം വിരൽ എന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിനെ തന്നെ സൂചിപ്പിക്കും. അപ്പം ഈശോയും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഈശോയുടെ സുവിശേഷത്തിനകത്ത് ഏതെങ്കിലും വാചകങ്ങൾ എടുത്തുള്ള റെഫറൻസിലല്ല അത് കിടക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളങ്ങനെയല്ല പറയേണ്ടത്. ഈശോ മിശിഹായുടെ മനുഷ്യാവതാര ജീവിതത്തിന്റെ വെളിപ്പെടുത്തലിന്റെ മുഴുവനും അവിടുത്തെ വാക്കുകളിലും പ്രവൃത്തിയിലും അവ ഉൾക്കൊള്ളുന്ന ജീവിതത്തിൽ ഉടനീളം അവിടുന്ന് ഒറ്റയ്ക്കായിരുന്നില്ല, ത്രിത്വത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ആവർത്തിച്ച് പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് സാക്ഷ്യം നൽകുന്നത് ഞാനും തന്നെയല്ല, എന്നെ അയച്ച പിതാവും എനിക്ക് സാക്ഷ്യം നൽകുന്നു. നിങ്ങൾക്കറിയാം രണ്ടുപേരെ സാക്ഷി സത്യമാണ്, ഞങ്ങൾ 2 പേരുണ്ട്, ഞങ്ങൾ 3 പേരുണ്ട് എന്നൊക്കെ ഈശോയ്ക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്നത് ഈ ത്രിത്വത്തിന്റെ വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് ഈ എന്താ പറയാ, മാമോസ സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ലോകത്തിന് വെളിപ്പെടുത്തിയപ്പോൾ മുതൽ പൂർണ്ണമായ ത്രിത്വത്തിന്റെ വെളിപ്പെടുത്തൽ പുതിയ നിയമത്തിൽ മുഴുവനുണ്ട്. പഴയ നിയമത്തിലാകട്ടെ സൂചനകളിലൂടെ, നിഴലുകളിലൂടെ അവ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നതാലും. ഉദാഹരണത്തിന് സൃഷ്ടിയുടെ ആരംഭത്തിൽ പോലും ജലത്തിന് മീതെ ചരിച്ചിരുന്ന ദൈവത്തിന്റെ ചൈതന്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓർക്കും. അബ്രാഹത്തിന്റെ പ്രത്യക്ഷപ്പെടുന്ന റൂബ്ലേവിന്റെ ചിത്രം കണ്ടിട്ടില്ലേ? 3 പേര് സന്ദർശിക്കുന്നു, ഈ അബ്രാഹാം അവർക്ക് വിരുന്നൊരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം 3 പേർ എന്ന് പറയുന്ന ഒരു സന്ദർശനത്തിന്റെ പുറകിൽ ഈ കാര്യം കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഛായയിൽ സാദൃശ്യത്തിലും, അതൊരു പൂജക ബഹുവചനം മാത്രമല്ല, അതൊരു കൂട്ടായ്മയുടെ ഭാഷ്യമാണ്. ഇങ്ങനെ അങ്ങ് തുടങ്ങി ഉൽപ്പത്തി മുതൽ പഴയ നിയമത്തിനകത്ത് മുഴുവനും ഈ ത്രിത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, നിഴലുകളുണ്ട്. അത് പല വിധത്തിലും പല ഭാവത്തിലുമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം അത് സുവ്യക്തമായിട്ടാണ് ഈശോ സംസാരിക്കുന്നത്. ഈശോ അതിനെക്കുറിച്ച് പറയുന്നത് തൻ്റെ പിതാവിനോട് സംസാരിക്കാൻ ഇപ്പൊ പ്രാർത്ഥിക്കും. ഈശോ പ്രാർത്ഥിക്കാൻ പോകുന്നു. സത്യത്തിൽ അത് ത്രിത്വത്തിന്റെ എക്സ്പ്രഷനാണ്. കാരണം എന്താ, ഈശോയ്ക്ക് ഇവരോട് വർത്താനം പറയാം, അവിടെ നിന്നുകൊണ്ടും പ്രാർത്ഥിക്കാം. പക്ഷേ ഞാൻ നിങ്ങളിൽ നിന്ന് ഉയരെയുള്ള ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഒരാളാണ്, എനിക്ക് എൻ്റെ ഒപ്പത്തിലുള്ളവരോട് മിണ്ടേണ്ടിയിരിക്കുന്നു, കമ്മ്യൂണിക്കേഷനിലായിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവരെ താഴ്ത്തു നിർത്തിയിട്ട് മലമുകളിലേക്ക് കയറി പോയിട്ട് അവിടെ സംസാരിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് അപ്പസ്തലന്മാരെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈശോ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് പോലും ത്രിത്വത്തിന്റെ റെവലേഷനാണുള്ളത്. ഇനി അതുപോലെ ഈശോ തന്നെ തന്നെ അവതരിപ്പിക്കുന്നതും പിതാവിന് തുല്യനായ ദൈവമായിട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഏഗോ എയ്മി സെയിങ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ ആകുന്നു എന്നാണ് ദൈവം, യഹോവയായ ദൈവം വെളിപ്പെടുത്തുന്നത്, പഴയ നിയമത്തിൽ വെളിപ്പെടുത്തുന്നത്. ദൈവം ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകുന്നവൻ ആകുന്നു, അയാം ഹുവാംനോ അയാംനോ ഒക്കെ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വിധത്തിൽ, എഗോ എയ്മി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വിധത്തിൽ ആണ് ദൈവം സംസാരിക്കുന്നത്. അപ്പം ഈശോ തന്നെയും ഒട്ടനവധി അവസരങ്ങളിൽ അതേ പദം ഉപയോഗിച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണും. അബ്രാഹത്തിന് മുമ്പ് ഞാൻ ആകുന്നു എന്ന് അവിടുന്ന് പറയും, വഴി സത്യവും ജീവനും ഞാൻ ആകുന്നു. ഇങ്ങനെ ഞാൻ ആകുന്നു എന്ന വാക്കുകൾ യഹൂദരെ വല്ലാതെ ചൊടിപ്പിച്ചു. ദൈവത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചാണോ ഇവൻ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം താൻ ദൈവത്തിന് തുല്യനായ ദൈവം തന്നെയാണ്, പിതാവിന് തുല്യനായ ദൈവം തന്നെയാണെന്നാണ് ഈശോ. അതുപോലെ തന്നെ പാപം മോചിക്കുന്നു. അവിടുന്ന് പാപം മോചിക്കുമ്പോൾ എന്താണ് കാരണം? എന്താ പാപത്തിന്റെ പ്രത്യേകത? അത് ഒരാളോട് ചെയ്തതല്ല, ദൈവത്തിനെതിരെ ചെയ്യുന്നതുകൊണ്ട് അതിന് പാപം എന്ന് വിളിക്കുന്നത്. മനുഷ്യനെതിരെ ചെയ്യുമ്പോൾ അതിന് അക്രമം എന്ന് വിളിക്കാം, ദൈവത്തിനെതിരെ ആകുമ്പോൾ പാപം. അതുകൊണ്ട് പാപം മോചിക്കാൻ അധികാരമുള്ളവൻ ദൈവം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ സമയത്ത് ഈശോ പറയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നു, കിടക്കുകയും വേണ്ടി നടക്കുക. അപ്പൊ അവര് ഇത് ആരുടെ വാക്കാ? ഇത് ദൈവം പറയേണ്ട വാക്കല്ലേ, നീ എങ്ങനെ കയറിയത് പറയുന്നത്? ഈശോ പറയുകയാണ്, ഇത് ഏതാ എളുപ്പം എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം, ഞാൻ ദൈവമാണെന്ന് പച്ചയ്ക്കങ്ങ് പറഞ്ഞാൽ പിന്നെ പരിപാടി തീർന്നില്ലേ. ഞാൻ പാപം മോചിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്കറിയാമെങ്കിൽ ആ ദൈവം തന്നെയാണ് ഞാൻ, ആ ദൈവത്തിന് തുല്യനായ വ്യക്തിയാണ് ഞാൻ, ആ ദൈവം തന്നെയായിരിക്കുന്ന ദൈവത്തിന്റെ കൂട്ടായ്മയിലുള്ള ദൈവിക വ്യക്തി തന്നെയാണ് ഞാൻ എന്ന് തന്നെയാണ് ഈശോ പറയുന്നത്. അതുകൊണ്ട് പിതാവും ഞാനും ഒന്നാണെന്നും, പിതാവ് പറയുന്ന അല്ലാതെ പുത്രൻ സ്വമേധയൊന്നും ചെയ്യാനില്ലെന്നും, എൻ്റെ വാക്കുകൾ എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണെന്നും, ഈ വാക്കുകൾ തന്നെയാണ് പരിശുദ്ധാത്മാവ് പിന്നീട് തരാൻ പോകുന്നതെന്നും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ത്രിത്വത്തെക്കുറിച്ചല്ലാതെ
വേറെ ഒന്നും തന്നെ സുവിശേഷത്തിൽ സൂക്ഷിച്ചു വായിച്ചാൽ കാണാൻ പറ്റത്തില്ല. അഥവാ അതിനകത്തുള്ളതെല്ലാം ത്രിത്വത്തിന്റെ പ്രവൃത്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. വളരെ ഷോർട്ടായിട്ട് ഇങ്ങനെ വെച്ച് പറഞ്ഞു പോകുന്നതാണ്. ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഹൗ ഡസ് ദ ഹോളി ട്രിനിറ്റി ഡിഫർ ഫ്രം കൺസെപ്റ്റ്സ് ഓഫ് ഗോഡ് ഇൻ അതർ റിലീജിയൻസ്? ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. മറ്റ് ഇതിലൊക്കെ ഒന്നുകിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് പല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി, സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ദൈവം, പരിപാലിക്കാൻ ഒരു ദൈവം, അങ്ങനെയൊക്കെ അങ്ങനെ പലതരത്തിലാണ് പലരും ദൈവത്തെ കാണും. എന്നാൽ നമ്മുടെ കാര്യം എന്താണ്? നമ്മളിപ്പോൾ കൃത്യമായി പറഞ്ഞല്ലോ. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. എല്ലാ മതങ്ങളൊക്കെ പ്രാചീന മതങ്ങളെല്ലാം ഈ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഉത്ഭവിച്ചതാണല്ലോ. അത് പ്രകൃതിദത്തമാണ്, പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചതാണല്ലോ. അതുകൊണ്ടാണ് നാച്ചുറൽ റിലീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെ ആരംഭിക്കുമ്പോൾ പോലും മനുഷ്യനറിയാതെ അവൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കുലർ അല്ലെങ്കിൽ ഒരു ത്രിത്വത്തിൻ്റെ ലാഞ്ചനകളൊക്കെ കടക്കുന്നത് പോലത്തെ ദൈവത്തെ നിർമ്മിച്ചെടുക്കാൻ അവർ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യന്റെ അകത്ത് തന്നെ തന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മറ്റു മതങ്ങളിലൊക്കെ ഇങ്ങനെ 3 എന്ന് പറയുന്നത് പോലത്തെയൊക്കെ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കണം, അവർ പറയുന്നത് സത്യത്തിൽ ഒരു പ്രൈമോഡിയൽ റെവലേഷൻ സ്വീകരിച്ചിരിക്കുന്ന മനുഷ്യന്റെ ദൈവാവബോധമാണ്. അവർക്കത് കൃത്യമായി ഇത് ആരൊക്കെയെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അവരിട്ട് ഒരു പേരൊക്കെ ഇട്ടിട്ട് അവർ അതിനെ കണക്കാക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ദൈവം നല്ല പറയണേ. പക്ഷെ അവരുടെ ആത്മാവിൽ, ഉദാഹരണത്തിന് ദൈവം ഉണ്ട് എന്ന് ആരും പറഞ്ഞു കൊടുക്കാതെ എല്ലാ മനുഷ്യർക്കും അറിയാമല്ലോ. ഏത് ഗോത്രത്തിൽ ചെന്നാലും അവർക്ക് ഏതെങ്കിലും കല്ലോ മണ്ണോ ആവട്ടെ ഒരു ദൈവം ഉണ്ടല്ലോ എന്നതുപോലെ മനുഷ്യൻ കുറച്ചുകൂടെ ധ്യാനിക്കുന്ന മനുഷ്യന് ഉള്ളിൽ ആ ദൈവത്തിന്റെ ഛായ കുറച്ചെങ്കിലും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിയുന്നവന് ത്രിത്വിക ദൈവത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അവരതിനിട്ട ഭാഷയും വാക്കുകളും ഒക്കെ ഉപയോഗിച്ച് അവര് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെ ഒരു ത്രിത്വത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമായിട്ട് കാണാം. ഒരു യാത്രയുടെ തുടക്കമായിട്ട് കാണുന്നത് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഹൗ ഡസ് ഹോൾ ട്രിനിറ്റി ആർ റിലീജിയൻ? വാട്ട് ആർ ദ സം ഓഫ് കോമൺ മിസ്കൺസെപ്ഷൻസ് അബൌട്ട് ഹോൾ ട്രിനിറ്റി എമംഗ് ക്രിസ്ത്യൻസ് ആൻഡ് നോൺസ്? നേരത്തെ പറഞ്ഞായിരുന്നു അത് മൂന്ന് ദൈവമാണെന്ന് വിചാരിക്കുന്നവര്, അതുപോലെ തന്നെ ഒരു ദൈവത്തിന്റെ 3 മുഖങ്ങളാണ് എന്ന് വിചാരിക്കുന്നവര്, അതുപോലെ പല കാലങ്ങളിൽ വെളിപ്പെട്ട ഒരു ദൈവം പല കാലങ്ങളിലെ വെളിപ്പെടുത്തൽ മാത്രമാണ് അത് എന്ന് വിചാരിക്കുന്നവര്, അപ്പിയറൻസ് ആണ് എന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി പല വിധത്തിൽ ഇപ്പൊ ഈ പറഞ്ഞതല്ലാത്ത ബാക്കിയെല്ലാം ഈ മേഖലയിലുള്ള മിസ്കൺസെപ്ഷൻസ് ആണ്. അതുപോലെ വാട്ട് ഈസ് ദ റൈറ്റ് വേ ടു ടീച്ച് അവർ കിഡ്സ് കാറ്റഗിസം നമ്മൾ ആദ്യം പറഞ്ഞു പോയായിരുന്നു. ഇനി അതുപോലെ വാട്ട്സ് മീൻ ബൈ എസൻസ് ഇൻ ട്രിനിറ്റി? അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സത്ത എന്ന് പറഞ്ഞാൽ ഒന്നിനെ അതാക്കുന്നത് എന്തോ അതിനെയാണ് സത്ത എന്ന് പറയുന്നത്. ഇപ്പം എന്നെ ഒരു മനുഷ്യനാക്കുന്നത് എന്തോ അത് തന്നെ മറ്റേ ആളുടെ ഉള്ളതുകൊണ്ടാണ് അയാൾ മനുഷ്യനായിരിക്കുന്നത്. എൻ്റെ മൂക്ക് പോലെയല്ല അയാളുടെ മൂക്ക്, എൻ്റെ കണ്ണ് പോലെയല്ല, എൻ്റെ ചിന്ത പോലെയല്ല അയാളുടെ, ഒക്കെ വ്യത്യാസം. പക്ഷെ എന്നെ ഞാനാക്കാനായിട്ട് ഉപയോഗിച്ചവ എന്തോ അല്ലെങ്കിൽ അതിനെയാണ് ആന്തരിക സത്ത എന്ന് പറയുന്നത്. എസൻസ്, സത്ത. എസൻസ് ആൻഡ് ആക്സിഡൻസ് എന്നാണ് പൊതുവിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫിക്കൽ ടേംസ് ആണ്. ട്രാൻസ്സബ്സ്റ്റൻസേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. സത്ത എന്ന് പറയുന്നത് അതിനെ അതാക്കുന്ന കാര്യം, ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ അതിനെ ദൃശ്യമാക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അനുഭവേദ്യമാക്കുന്ന ഘടകങ്ങൾ എന്നൊക്കെ വേണേൽ പറയാം. സെക്കൻഡറി എലമെന്റ്സ് എന്നൊക്കെ വേണം പറയാം. ഇപ്പം എന്താ പറയാ, ഒരു മാങ്ങാപ്പഴം വിചാരിച്ചു. മാങ്ങാപ്പഴത്തിന്റെ ആക്സിഡൻസ് എന്താ? അതിന്റെ നിറം, രുചി, ഭാരം തുടങ്ങിയവയൊക്കെ അതിന്റെ ആക്സിഡൻസാണ്. കാരണം എന്താ? അത് മാറിയാലും ഏറിയാലും ഒന്നും അതിനെ മാങ്ങയല്ല ഇതാക്കുന്നില്ല. ഇപ്പൊ ഒരു കണ്ണിമാങ്ങയും പഴമാങ്ങയും തമ്മിൽ രണ്ടിന്റെ നിറം വേറെ, രുചി വേറെ, ഒക്കെ വേറെ, പക്ഷെ 2 മാങ്ങയാണ്. കാരണം എന്താ? ഇതിനെ മാങ്ങയാക്കുന്നത് എന്തോ അത് തന്നെയാണ് ഇതിനെ മാങ്ങയാക്കുന്നത്. അത് അതിന്റെ അകത്തുള്ള സെൽസിനെ കുറിച്ച് മാത്രമല്ല, അതൊരു അദൃശ്യമായ യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ഫിലോസഫിക്കൽ നോഷനാണ്. അതിനെ അതാക്കി തീർക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും അതിനെയാണ് എസൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ദൈവത്തെ, ത്രിത്വത്തെ, പിതാവിനെ ഒരു ദൈവമാക്കുന്നത് എന്തോ അത് തന്നെയാണ് പുത്രനിലുള്ളത്. ഇനി ട്രിനിറ്റിയെ കുറിച്ചുള്ള മിസ്കൺസെപ്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ചിലര് പറയും പിതാവ് തന്നെയാണ് പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയല്ല, മൂന്ന് വ്യക്തികളാണ് എന്നൊക്കെ, അതൊക്കെ മിസ്കൺസെപ്ഷനകത്ത് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിവേ ഈ എസൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, അതിനെ അതാക്കുന്ന കാര്യത്തെയാണ് എസൻസ് എന്ന് പറയുന്നത്. അപ്പം പിതാവിനെ ദൈവമാക്കുന്നത് എന്തോ അത് തന്നെ പൂർണ്ണമായും പുത്രനെയും ദൈവമാക്കുന്നു, അത് തന്നെ പരിശുദ്ധാത്മാവിനെയും ദൈവമാക്കുന്നു. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഡു യു സേ ഗോഡ് മീൻ? ഓക്കെ, നമ്മൾ എപ്പോൾ ദൈവം എന്ന് പറഞ്ഞാലും ത്രിത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നിയതമായ അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഈശോയോട് പറയാണ് അങ്ങന്റെ കർത്താവും അങ്ങന്റെ ദൈവമാണെന്ന് പറയുമ്പോൾ ഈശോയെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പൊതുവിൽ നമ്മൾ എപ്പോഴും ദൈവം എന്ന് ഉദ്ദേശിച്ചാൽ ത്രിത്വത്തെ തന്നെയാണ്. കാരണം ദൈവം ത്രിത്വമാണ്, അല്ലാണ്ട് അതിന് വേറൊരു എക്സിസ്റ്റൻസ്, അസ്തിത്വം ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോൾ ദൈവം എന്ന് പറഞ്ഞാലും ത്രിത്വം തന്നെ. അപ്പൊ പഴയ നിയമത്തിലാണെങ്കിൽ പോലും ദൈവം എന്ന് പറയുമ്പം ഇൻ റിയാലിറ്റി ദേ ആർ ട്രിനിറ്റി. അവരത് അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അറിഞ്ഞോ അറിഞ്ഞില്ലയോ, വെളിപ്പെടുത്തപ്പെട്ടില്ലയോ എന്ന കാര്യം മാത്രമേ അതിനകത്തുള്ളൂ. ഇനി പ്രസന്റ് കമ്മ്യൂണിറ്റി, ഓക്കെ, സ്നേഹമുള്ളിടത്തെല്ലാം
Does the Trinitarian God is present everywhere as a community of love, including in the blessed sacrament of Holy Eucharist? നിയതമായ അർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ ഈശോ മിശിഹായുടെ ശരീരക്തങ്ങളാണ് ഉള്ളത്, അഥവാ ഈശോ മിശിഹ എന്ന ദൈവിക വ്യക്തിയാണുള്ളത്. ഇനി ഇന്നത്തെ കാര്യം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അവർ പൂർണ്ണമായും ഒന്നായിരിക്കുന്നു. ഈശോ പറയാണ്, പിതാവേ അങ്ങ് ഞാനും പൂർണ്ണമായും ഒന്നായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പുത്രൻ എവിടെയുണ്ടോ അവിടെ പൂർണ്ണമായും പിതാവും ഉണ്ട്, പൂർണ്ണമായും പരിശുദ്ധാത്മാവും ഉണ്ട്. അതുകൊണ്ട് ഈ ത്രിത്വൈക ദൈവത്തിന്റെ പ്രസൻസ്, അതിലേതൊരു വ്യക്തിയുടെ പ്രസൻസും 3 പേരുടെയും കൂടെ പ്രസൻസ് തന്നെയാണ്. അതുകൊണ്ട് ത്രിത്വം തന്നെയാണ്. നമ്മളിപ്പം ഈശോയെ വിളിച്ച് അപേക്ഷിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നത് ത്രിത്വത്തോടാണ്. ഈശോയെ വിശുദ്ധ കുർബാനയിൽ ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നത് ത്രിത്വം തന്നെയാണ്. നേരിട്ട് നമ്മളെ സംബന്ധിച്ച് ഫ്രം എ ഹ്യൂമൻ പെർസ്പെക്റ്റീവ് നമ്മൾ ഈശോയോടാണ് സംസാരിക്കുന്നത് പറയുമ്പോഴും ആരാധിക്കുന്നത് പറയുമ്പോഴും ആ ത്രിത്വത്തോടാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, അവർ 3 പേരോട് കൂടിയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരോട് പറയുമ്പോഴും അവർ 3 പേര് ഒരുമിച്ചാണല്ലോ ലിസൺ ചെയ്യുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ആരാധന ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ആരാധനയുടെ ഭാഗമായി പിതാവേ നീ പരിശുദ്ധനാകുന്നു, പുത്രൻ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധാത്മാവ് പരിശുദ്ധനാകുന്നു എന്ന് നമ്മൾ ഏറ്റുപറയുന്നത് ആ ത്രിത്വത്തെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ പിതാവേ അങ്ങ് പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പം എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ പുത്രൻ തമ്പുരാനില്ല എന്ന് നമ്മൾ ഓർക്കണം. കാരണം നമ്മൾക്ക് കരുതാൻ കഴിയുന്നതിനേക്കാൾ ഒന്നായിരിക്കുന്ന, പൂർണ്ണതയായിരിക്കുന്ന ദൈവമാണ് അവർ. അതുകൊണ്ട് അവരുടെ ഇടയ്ക്ക് ഒരു സ്വാർത്ഥതയുടെ പ്രശ്നമോ ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റേ ആർക്ക് വിഷമം വരാതെ ചിലപ്പോഴൊക്കെ അങ്ങനെ പറയാൻ കാരണം ചിലെങ്കിലൊക്കെ ചില സഹോദരങ്ങളുടെ സ്നേഹസമ്പൂർണമായ ധ്യാന പ്രസംഗങ്ങൾക്കകത്തൊക്കെ ചിലപ്പോൾ ഞാനും കേട്ടിട്ടുണ്ട്, പിതാവിനെ നമ്മൾ വിളിക്കാത്തതുകൊണ്ട് പിതാവിന് വിഷമമാണ്, നമ്മൾ പിതാവിനെയും കൂടെ വിളിക്കണം. അങ്ങനെ പിതാവ് വിഷമിക്കേണ്ട കാര്യമൊന്നും വിഷമിക്കുകയൊന്നുമില്ല. പകരം നമ്മൾ ത്രിത്വത്തെ നമ്മൾ അനുസ്മരിക്കാൻ വേണ്ടി അവരുടെയൊക്കെ പേര് പറയുകയൊക്കെ ചെയ്യുന്നത് ഉചിതമാണ് താൻ. അതിനകത്തൊരു കാറ്റഗറിക്കൽ പർപ്പസും ഉണ്ട്. അതിനകത്തൊരു ആത്മബന്ധം, കമ്മ്യൂണിയനോടുള്ള ബന്ധം ഒക്കെ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതം. ഇനി അതുപോലെ ലാസ്റ്റ് ചോദ്യം ഇതായിരുന്നു, ജോൺ 17:22 എനിക്ക് തന്നവരെ ഞാൻ കാത്തു സൂക്ഷിച്ചു, പിതാവെ നമ്മളൊന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിനാണ് എന്ന് ഒക്കെ പറയുന്നതിനകത്ത് പരിശുദ്ധാത്മാവിനെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തതെന്ന്. അതിന്റെ കാരണം ഒറ്റ വാക്കി പറഞ്ഞ അതിന്റെ കാരണം എന്താണെന്ന് ഈശോയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. നമുക്ക് വേണം ചുമ്മാ പറയാം. നമുക്ക് മനസ്സിലാക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാരണം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രൻ, പിതാവിനോട് സമനായിരിക്കുന്ന പുത്രൻ, പിതാവ് അയച്ചു എന്ന് എപ്പോഴും പ്രഖ്യാപിക്കുന്ന പുത്രൻ തൻ്റെ ആ അയക്കപ്പെടലിന്റെ ക്രമത്തെ കൂടെ സൂചിപ്പിക്കുന്ന വിധത്തിലാണ് പിതാവിനോട് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഓർക്കുക, പിതാവിനോട് സംസാരിക്കുന്നു പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മാത്രം സംസാരിക്കുകയും പരിശുദ്ധാത്മാവ് ഈ വാർത്താനത്തിനകത്ത് പോലും ഇല്ലാതെ മാറി നിൽക്കുകയുമല്ല. അവരുടെ എല്ലാ സംഭാഷണങ്ങളും കൂട്ടായ്മയുടേതാണ്. അതുകൊണ്ടല്ലേ താൻ പഠിപ്പിച്ചതൊക്കെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന് പറയും. ഈ കൂട്ടായ്മയ്ക്കകത്ത് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അത് പഠിപ്പിക്കാൻ പറ്റുന്നത്? അപ്പൊ അതുകൊണ്ട് പിതാവും പുത്രനും ചെയ്യുന്നതെല്ലാം പരിശുദ്ധാത്മാവിന്റെയും കൂടെയാണ്. കുറച്ചുകൂടെ തിയോളജിക്കൽ ടേംസിൽ പറഞ്ഞാൽ ഇതിന് രണ്ടിനെയും ഒന്നാക്കി തീർക്കുന്ന, ത്രിത്വത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഘടകം പോലും പരിശുദ്ധാത്മ സാന്നിധ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ റൂഹ ഒരു അവഗണിക്കപ്പെടുന്ന യാഥാർത്ഥ്യമേ അല്ല ത്രിത്വത്തിനകത്തും ഈശോ മിശിഹായുടെ വെളിപ്പെടുത്തലുകൾക്കകത്തും. പകരം മിശിഹ തന്നെയും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ മിശിഹായുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും അതിനെ ചലിപ്പിക്കുന്നതും പരിശുദ്ധ റൂഹ തന്നെയാണ്. അതുകൊണ്ട് മിശിഹ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, റൂഹയാണ് എന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. അതുകൊണ്ട് പിതാവെ അങ്ങും ഞാനും ഒന്നായിരിക്കുന്നു പറയുമ്പോൾ പരിശുദ്ധാത്മാവും അഥവാ റൂഹായും ഞാനും അങ്ങയോടൊന്നായിരിക്കുന്നത് പോലെ എന്നും കൂടെ അതിനർത്ഥമുണ്ട്. അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈശോ പലപ്പോഴും പറഞ്ഞത്, ഞാൻ പരിശുദ്ധാത്മാവിൽ നിന്നാണ് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിനോടെയാണ് ഞാൻ പെരുമാറുന്നത്, ഞാൻ എന്താ പറയാ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് റൂഹായാലാണ് എന്നൊക്കെ, ദൈവാത്മാവിനാലാണ് ഞാൻ നിങ്ങളെ എന്നൊക്കെ പറയുന്നതിന്റെ പുറകിൽ അവർ രണ്ടും ഏകീഭവിച്ചിരിക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈശോ തന്നെയാണ് പിതാവിനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവഗണിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, മിശിഹായുടെ സംഭാഷണത്തിനകത്ത് കൂട്ടായ്മയുടെ റൂഹ നിലനിൽക്കുന്നു എന്ന് ആണ് നമ്മൾ ഓർക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കഴിയും. ഷോർട്ടായിട്ട് പറഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പിള്ളേരോട് പറയാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചതാണ്.
സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് മിശിഹ എന്ന വ്യക്തിയെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മനുഷ്യാവതാരം ചെയ്ത, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച മിശിഹ എന്ന വ്യക്തിയാണ് സ്വീകരിക്കുന്നത്. ഇനി ദൈവത്തിന്റെ സൈഡിൽ നിന്ന് ഒരിക്കലും ത്രിത്വത്തിൽ ഒരാൾ ഒറ്റയ്ക്കായിരിക്കുകയില്ല. നമ്മൾ സ്വീകരിക്കുന്നത് മിശിഹായെയാണ്. ആ ശരീരം അത് ഈശോയുടെ ശരീരമാണെങ്കിലും അവർ ത്രിത്വത്തിൽ ഒന്നായിരിക്കാൽ അൾട്ടിമേറ്റ്ലി ഇൻ എഫക്റ്റ് നമ്മൾ ട്രിനിറ്റേറിയൻ ഗോഡിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പം ഞാൻ സ്വീകരിക്കുന്ന ഈശോയെയാണ് എന്ന് തന്നെ പറയുകയും വേണം. ഇൻ എഫക്റ്റിൽ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും.